ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസാണ്. നമ്മൾ സാധാരണ കടയിൽ ഹക്ക നൂഡിൽസ് അവൈലബിൾ ആണ്. ഇത് ഞാൻ വേറൊരു കമ്പനിയുടെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ലീ എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എത്ര മിനിറ്റ് ഇത് വേവിക്കണമെന്ന് പുറകിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും നോക്കിയിരിക്കണം. അപ്പോൾ ഇതിന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് അടുപ്പിൽ വയ്ക്കാം. നല്ല വെട്ടി തിളച്ചതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും ഒരല്പം വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്യണം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസ് അതിലോട്ടിടാം. ഇത് മുഴുവനായിട്ട് ഇടാം, വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. പൊടിച്ചിട്ടിരുന്ന ഒന്നും കൂടെ നല്ലതായിരിക്കും. എന്നിട്ട് നല്ല തിളച്ച് കറക്റ്റ് ആ ടൈം ആകുമ്പോൾ തന്നെ നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം. പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കുക. ക്യാപ്സിക്കം, ഞാൻ ഇതിലൂടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കവും ക്യാരറ്റ്, ക്യാബേജ്, സവാള അതെല്ലാം നല്ല സ്ലൈസ്ഡായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് ചിക്കനും ഒരു 4-5 മുട്ടയും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചട്ടി വെച്ചിട്ട് മുട്ട നല്ലപോലെ കുരുമുളകും ഉപ്പും ഇട്ട് നല്ല ചിക്കി എടുക്കുക. നല്ലപോലെ ചെറുതായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ അല്ലാതെ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് ഞാൻ വേവിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് ലെഫ്റ്റ് ഓവർ ആ വാട്ടർ അതിൽ വെച്ചേക്കണം. അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ മുട്ടയെല്ലാം നല്ല ഇതാക്കി എടുത്തിട്ട് നമുക്കത് സെയിം പാനിൽ തന്നെ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി കേട്ടോ. റമദാനൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിപ്പോയി. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാ വെജിറ്റബിൾസും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. നല്ലതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് തീ കുറയ്ക്കേ വേണ്ട, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേവണം. പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ എല്ലാ വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു പോകും. നല്ല ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് അല്പം കുരുമുളക് പൊടി ആഡ് ചെയ്യണം. പിന്നീട് നമുക്ക് ഈ ചിക്കി വെച്ച മുട്ടയും ചിക്കനും കൂടെ അതിലോട്ട് ആഡ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് മസ്റ്റായിട്ട് മാറേണ്ട കാര്യമാണ് സോയാ സോസ് ആവശ്യത്തിന്, ഒരുപാട് കൂടി പോകരുത്. ആവശ്യത്തിന് സോയാ സോസ് ഞാൻ ഇവിടെയാണെങ്കിൽ ആ സോയാ സോസിൻ്റെ അളവിൽ തന്നെ 2 അടപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കനും മുട്ടയും കൂടെ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിങ്ങിനാണ് അല്പം ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഇത് എല്ലായിടത്തും നമുക്കിത് സോയാ സോസ് ഇതിലോട്ട് മിക്സ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നൂഡിൽസ് ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഒന്നും കൂടെ എളുപ്പമാവും കേട്ടോ. ഇതിലോട്ട് പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിലോട്ട് വെജിറ്റബിൾ സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.